കഥ മോഷ്ടിച്ചെന്നാരോപിച്ച് പ്രശസ്ത സാഹിത്യകാരൻ കോട്ടൂർ ശങ്കരൻകുട്ടിക്കെതിരെ യുവാവിന്റെ പരാതി. അത് കൊള്ളാലോ. കോട്ടൂർ ശങ്കരൻകുട്ടിയുടെ പുതിയ കഥാസമാഹാരമായ വേനൽ മഴയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഉദയത്തിന് മുൻപ് എന്ന കഥ താൻ 3 വർഷം മുമ്പ് എഴുതിയ സൂര്യവെളിച്ചം എന്ന കഥ മോഷ്ടിച്ചതാണെന്ന് ആരോപിച്ച് KP രാജീവൻ എന്ന യുവാവ് കോടതിയിലെത്തി. കഷ്ടം. ലോകത്ത് എത്രയോ കഥകൾ ഉണ്ടായിരിക്കുന്നു, അതിൽ പലതും തമ്മിൽ സാമ്യമുണ്ട്. അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഉദാഹരണത്തിന് ദുഷ്യന്തൻ ശകുന്തളയോട് പറഞ്ഞത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ്. നളൻ ദമയന്തിയോടും റോമിയോ ജൂലിയറ്റിനോടും മജനു ലൈലയോടും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് കോപ്പിടിയാണോ? ഞാൻ ഒരു കാര്യം പറയുമ്പോ അതിൽ നിന്ന് ഒളിച്ചോടാനാണ് നീ നോക്കുന്നത്. ഞാൻ പറഞ്ഞെന്താ? കോട്ടൂർ ശങ്കരൻകുട്ടിയെ പറ്റി. അതിന് മറുപടിയായി നീ പറഞ്ഞെന്താ? എന്റെ സംസാര രീതിയെ പറ്റി. ഇത് എവിടത്തെ ന്യായം? നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ആ സുധാകരൻ സാറിന്റെ കാര്യം ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. സുധാകരൻ സാറിന്റെ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്ത് സാറേ? ഇല്ല. ഉത്തമൻ ഒരു സ്ത്രീയെ സ്നേഹിക്കുന്നു എന്ന് കരുതുക. അവരോട് ഉത്തമൻ എന്ത് പറയും? സ്ത്രീയെ? ഏത് സ്ത്രീ? ഏതെങ്കിലും ഒരു സ്ത്രീയോട് സ്നേഹം തോന്നി എന്ന് കരുതുക. ഉത്തമൻ അവരോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയില്ലേ? പറയൂ. പറയുമായിരിക്കണം. ഒരാളുടെ ഭാവനയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ വേറൊരാളുടെ ഭാവനയിൽ ഉണ്ടാകരുത് എന്ന് നമ്മൾ എങ്ങനെ പറയും? അങ്ങനെ യാദൃച്ഛികമായി സംഭവിച്ചാൽ അത് എങ്ങനെ കോപ്പിയടിയാകും? സാറേ, ഞാൻ വെറും ഒരു 10ാം ക്ലാസ്സുകാരനാണ്. എനിക്ക് വിശ്വസാഹിത്യത്തെയും ലോക ചരിത്രത്തെയും ഭാവനയെ കുറിച്ചൊന്നും ഒരു മണ്ണാങ്കട്ടെ അറിഞ്ഞുകൂടാ. വന്ന് കയറിയ പാടെ അപ്പൂപ്പൻ വലിയ ബഹുമാനത്തിൽ വരണം സർ. പക്ഷേ പറഞ്ഞതെങ്ങനെയാ? ദേ ഇങ്ങനെ വരണം സാർ. അത് കണ്ട പാടെ SI ചെറുതായിട്ടൊന്ന് പേടിച്ചു. കൂടെ വന്ന പോലീസുകാരന്റെ നേരെ നോക്കി. അയാള് ധൈര്യം സംഭവിച്ച് അപ്പൂപ്പന്റെ അടുത്തേക്ക് വന്നൊരു ചോദ്യം. കാരണം ഒരു വലിയ ഗുണ്ടയല്ലയോ? ഉടനെ അപ്പൂപ്പന്റെ മറുപടി, അതെന്നാ വർത്തമാനം സാറന്മാരെ, എന്നെ കണ്ണാൽ അറിഞ്ഞൂടെ ഞാൻ ആരാണെന്ന്. പക്ഷെ പറഞ്ഞ എങ്ങനെയാ? അതെന്ത് വർത്തമാനം സാറന്മാരെ, എന്നെ കണ്ടാൽ അറിഞ്ഞൂടെ ഞാൻ ആരാണെന്ന്. അങ്ങനെ വിട്ടാൽ എനിക്കൊരു പ്രയാസമാവുമല്ലോ. ഇത് വില്ലേജ് ആഫീസോ നാടക കളരിയോ? അല്ല സർ, ഞങ്ങൾ പുറത്തു നിന്ന് ഒരാൾ ഇവിടെ കയറി വന്നാൽ എന്താ കരുതുക? ചന്തയിൽ പോലും ഇത്രയും ബഹളമല്ലല്ലോ. പൊളിച്ച തമാശ പറയാനും തലകുത്തി കിടന്ന് ചിരിക്കാനും അല്ല സർക്കാർ നിങ്ങൾക്ക് മാസാമാസം ശമ്പളം എണ്ണി തരുന്നത്. ഏത് സേതുരാമൻ? രാവിലെ ഞാനൊരു കേസിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അയാള്. അതിന് ഞാനെന്ത് വേണം? അയാൾ ഈ ഭാഗത്ത് പുതിയ ആളാ. UP സ്കൂളിന്റെ പുറകില് ഒരു 10 സെന്റ് ഭൂമി വാങ്ങിയിരുന്നു. അതിന്റെ അതിരുമായി ബന്ധപ്പെട്ട എന്തോ തർക്കമാ. അതിന് കേസ് കൊടുക്കാതെ വഴിയില്ല. നീ ആളെ കണ്ടിരുന്നോ? കണ്ടിട്ട് എന്ത് തോന്നി? വാസ്തവം അങ്ങനെ തന്നെ. എന്തായാലും സംഗതി കൊള്ളാം. ഞാൻ മോഹനോടൊരു കാര്യം പറഞ്ഞില്ലേ? എന്റെ ഈശ്വര. എന്റെ പേര് ബി സേതുരാമൻ. ഞാൻ ജലസേചന വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. സാറിനെ പറ്റി എനിക്കറിയില്ല. പക്ഷേ കാഴ്ചയിൽ സാർ ഒരു മാന്യനാണ് എന്നെനിക്ക് മനസ്സിലായി. ഞാനും മാന്യനും സത്യസന്ധനുമായ ഒരു ഉദ്യോഗസ്ഥനാണ്. ഞാൻ എല്ലാ കാര്യത്തിലും വലിയ കൃത്യനിഷ്ഠയുള്ള ആളാണ്. അതുകൊണ്ട് വക്കീൽ കാര്യം പറഞ്ഞ പാടെ അപേക്ഷ തയ്യാറാക്കി നേരെ ഇങ്ങി പോന്നു. പോയിട്ട് നാളെ വരൂ. അതിനുമ്പ് ആ സ്ഥലം ഞങ്ങൾക്കൊന്ന് കാണണം. ഇപ്പോൾ എന്റെ കൂടെ വരാമെങ്കിൽ എളുപ്പമായിരിക്കും. കാരണം ഞാൻ സൈക്കിളിലാണ് വന്നത്. സാറ് പിന്നീട് വന്നാൽ നടക്കേണ്ടി വരും. സൈക്കിളിലോ? അതെ, ഞാൻ മോട്ടോർ വാഹനങ്ങൾ ഉപയോഗിക്കാറില്ല.